ഹായ്. ഒടുവിൽ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിന് വിരാമം കുറിക്കുന്ന കാര്യങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. ഔദ്യോഗികമായിട്ട് തന്നെ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇസ്രായേലും അമേരിക്കയുമാണ് ഇതാദ്യം പ്രഖ്യാപിച്ചത്. പിന്നീട് ഇറാൻ അത് അംഗീകരിക്കുകയും ചെയ്തതോടുകൂടിയാണ് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. എങ്കിൽ പോലും ഇന്ന് പുലർച്ചെ തന്നെ ബീർഷബയിൽ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇസ്രായേലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ രൂക്ഷമായ മിസൈൽ ആക്രമണമാണ് ഇറാൻ നടത്തിയിരിക്കുന്നത്. അവരുടെ ഏറ്റവും അത്യാധുനിക ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണ ശൈലിയാണ് ഇന്ന് ഏറ്റവും അവസാനം ഈ ഒരു സമാധാന കരാർ ഉണ്ടാക്കുന്നതിൻ്റെ തൊട്ടു മുമ്പായിട്ട് ഇറാൻ നടത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇതിൽ ഇസ്രായേൽ തുടർന്ന് ഏത് രീതിയിൽ ഇറാനോട് സഹകരിക്കുമെന്നോ അല്ലെങ്കിൽ ഇറാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇസ്രായേൽ അവസാനിപ്പിക്കുമെന്നോ, ഇറാനെതിരായ ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ ഇസ്രായേൽ അവസാനിപ്പിക്കുമെന്ന് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം ഇസ്രായേലിന്റെ പൂർവ്വകാല ചരിത്രം വിളിച്ചു പറയുന്നതാണ് അത്. നിരന്തരമായിട്ട് ഗസയുമായിട്ട് ഫലസ്തീനുമായിട്ട് സമാധാന കരാർ ഉണ്ടാക്കുകയും ആ കരാർ നിരവധി തവണ ലംഘിച്ച ചരിത്രവുമാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. നേരത്തെ ലബനനുമായും അല്ലെങ്കിൽ ഹിസ്ബുള്ളയുമായും ഒക്കെ ഈ ഒരു സമാധാന കരാർ ഉണ്ടാക്കുകയും പിന്നീട് അവർ തന്നെ അത് ലംഘിക്കുന്ന ചരിത്രവുമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതുകൊണ്ട് തന്നെ നിലവിൽ ഇറാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു കരാർ എത്ര ദിവസം നിലനിൽക്കുമെന്നാണ് ലോകം ആശങ്കയോടുകൂടി കാണുന്നുള്ളത്. പ്രത്യേകിച്ചും പശ്ചിമേഷ്യയിലെ രക്തരൂക്ഷിതമായ ഈ ഒരു സാഹചര്യം മറികടക്കാൻ നിലവിലുള്ള സമാധാന ശ്രമങ്ങൾ തുടരാൻ ഈ കരാർ അനിവാര്യമാണെന്ന് ലോകം മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ കലാപരൂക്ഷിതമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കാൻ വേണ്ടി ഇറാനുമായിട്ടുള്ള ഈ ഒരു സമാധാന കരാർ നിലനിൽക്കേണ്ടത് ആവശ്യമാണെന്ന് US-ഉം മറ്റു പാശ്ചാത്യ രാജ്യങ്ങളും വിശ്വസിക്കുന്നുണ്ട്. നേരത്തെ തന്നെ പ്രത്യേകിച്ചും യൂറോപ്യൻ രാജ്യങ്ങൾ ഇറാനുമായിട്ട് വലിയ രീതിയിലുള്ള ചർച്ചകൾ നടത്തിയിരുന്നു. ഇസ്രായേലുമായിട്ടുള്ള നേരിട്ടുള്ള യുദ്ധങ്ങൾ നടക്കുന്ന സമയത്ത് തന്നെയാണ് ഇറാനുമായിട്ട് ഈ യൂറോപ്യൻ രാജ്യങ്ങൾ സംസാരിച്ചിരുന്നത്. കാരണം ഈ ഒരു യുദ്ധം അനന്തമായി നീണ്ടുപോയാൽ ചരക്ക് ഗതാഗതത്തെ അടക്കം ഹോർമിസ് കടലിടുക്കിലെ അല്ലെങ്കിൽ ചെങ്കടലിലെ ചരക്ക് ഗതാഗതയെ അടക്കം ബാധിക്കുന്ന, എണ്ണ വ്യാപാരത്തെ ബാധിക്കുന്ന ഒരു യുദ്ധമായിട്ട് പരിണമിക്കുമെന്ന് ഈ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു. അത് അവരെ വളരെയധികം ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് മറ്റുള്ള അമേരിക്കൻ ഇസ്രായേൽ പ്രശ്നങ്ങൾക്കിടയിൽ തന്നെ ഇറാനുമായിട്ട് അവർ സംസാരിക്കാൻ തയ്യാറായത്. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഒരു സമാധാന കരാർ ഉണ്ടായിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. എന്നിരുന്നാൽ പോലും നിലവിൽ ഇസ്രായേലിന് വലിയ തിരിച്ചടിയേറ്റ ഈ യുദ്ധത്തിൽ ഇറാന്റെ അടുത്തു നിന്നും അപ്രതീക്ഷിതമായി അവർ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറമുള്ള തിരിച്ചടിയാണ് ഇസ്രായേലിന് ലഭിച്ചത്. ഇറാന്റെ കയ്യിൽ ഇത്രയും കരുത്തുള്ള ആയുധങ്ങൾ ഉണ്ട് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ കരാർ ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് എന്നുള്ളതും വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. അതായത് വളരെ വലിയ രീതിയിലുള്ള തിരിച്ചടി ഇസ്രായേലിന് ലഭിക്കുന്നു. ഇസ്രായേലിന്റെ പൂർവ്വകാലം പരിശോധിക്കുമ്പോൾ അവർ ഇത്രയും തിരിച്ചടി കിട്ടി പിൻവാങ്ങിയ ചരിത്രം അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതുകൂടാതെ തന്നെ അമേരിക്കൻ ലക്ഷ്യങ്ങളെയും ഇറാൻ ലക്ഷ്യം വെച്ചു എന്നുള്ള ഒരു ചരിത്രം കൂടി ഈ ഒരു സമയത്ത് ഈ ഒരു സംഘർഷമുഖത്ത് നമുക്ക് ബോധ്യമാവുന്ന കാര്യമാണ്. അതായത് നിലവിലുള്ള സാഹചര്യത്തിൽ ഇറാനുമായിട്ട് ഈ ഒരു സമാധാന കരാർ ഉണ്ടാക്കുമ്പോൾ പോലും അത് എത്ര ദിവസം നീണ്ടു നിൽക്കുമെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. അതുകൂടാതെ തന്നെ നിലവിലുള്ള സാഹചര്യത്തിൽ ഇന്നത്തെ ദിവസവും ഇറാനിലെ പ്രധാനപ്പെട്ട ഒരു ആണവ ശാസ്ത്രജ്ഞനെ ഇസ്രായേലിന്റെ മൊസാദ് കൊലപ്പെടുത്തിയെന്നുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഇതിന് ഔദ്യോഗിക സ്ഥിരീകരണം ലഭ്യമായിട്ടില്ല. എങ്കിൽ പോലും ഇറാന്റെയും അതുപോലെ തന്നെ ഇറാന്റെ മറ്റുള്ള ഭാഗങ്ങളിലും നിരന്തരമായി മൊസാദ് ചാരന്മാരെ ഇറക്കി വിട്ടുകൊണ്ട് അവർ അവിടെ വളരെ വലിയ രീതിയിലുള്ള കലാപങ്ങൾക്ക് കോപ്പ് കൂട്ടുന്നു എന്നും അവിടെ അവർ വിമത പ്രവർത്തനം നടത്തുന്നു എന്നും ഇറാനിയന്റെ അവരുടെ ഇന്റലിജൻസ് സംവിധാനങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. അതിനിടയിൽ തന്നെ ഇറാന്റെ പ്രധാനപ്പെട്ട സൈനിക മേധാവികൾക്കൊക്കെ ഭീഷണി സന്ദേശം അയക്കുന്ന ഒരു സമീപനം കൂടി ഇസ്രായേലിന്റെയും മൊസാദിന്റെയും ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്.
അവരുടെ വീടുകളിലും അവരുമായി ബന്ധപ്പെട്ട ഇടങ്ങളിലും അവരുടെ കുടുംബങ്ങളിലേക്കും ഭീഷണി സന്ദേശം നിരന്തരമായി അയച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമാധാന ആഹ്വാനങ്ങളും സമാധാന ശ്രമങ്ങളും എത്ര ദിവസം നീണ്ടു നിൽക്കുമെന്ന് കണ്ടറിയേണ്ട കാര്യമാണ്. എന്നിരുന്നാൽ പോലും നിലവിലുള്ള സാഹചര്യത്തിൽ അമേരിക്ക ഈ ഒരു ആക്രമണത്തിൽ തുടർച്ചയായി നേരിട്ട് ഇടപെടുന്നില്ല എന്നുള്ളതാണ് വളരെ ശ്രദ്ധേയമായ കാര്യം. കഴിഞ്ഞ ദിവസം ഖത്തറിലെ അവരുടെ വ്യോമ ഒരു മേഖലയെ മറികടന്നുകൊണ്ട്, അതായത് ഖത്തറിലുള്ള അവരുടെ താവളങ്ങൾക്ക് നേരെ ഇറാൻ നേരിട്ട് ആക്രമണം നടത്തിയിട്ട് പോലും അമേരിക്ക വീണ്ടും ഏതെങ്കിലും രീതിയിലുള്ള പ്രതിക്രിയയോ അല്ലെങ്കിൽ പ്രതികാരമോ രീതിയിലുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നില്ല. കാരണം ഈ ഒരു യുദ്ധം ആത്യന്തികമായിട്ട് തങ്ങൾക്ക് നഷ്ടമാണ് വരുത്തി വെക്കുക എന്ന് അമേരിക്കയ്ക്ക് കൃത്യമായിട്ട് അറിയാം, അവരുടെ ജനതയ്ക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട വസ്തുത എന്നുള്ളത് ഇറാൻ ഈ ഒരു യുദ്ധത്തിൽ കൃത്യമായിട്ടുള്ള മേൽക്കോയ്മ, മുൻതൂക്കം നേടിയിരിക്കുന്നു എന്നതാണ്. ലോകത്ത് ഇതുവരെയും ആരാലും ചോദ്യം ചെയ്യപ്പെടാത്ത, ആരാലും എതിരിടപ്പെടാത്ത, ആരാലും ധൈര്യപ്പെടാത്ത ഇസ്രായേലിനെയും അമേരിക്കയെയും ലക്ഷ്യം വെക്കാൻ തങ്ങൾക്ക് കഴിയുമെന്നും രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്കൻ ബേസുകളെ ആക്രമിച്ച ഏക രാജ്യം എന്നുള്ള ചരിത്രത്തിലേക്കാണ് ഇറാൻ ഈ ഒരു സംഘർഷമുഖത്തിൽ നിന്നും അവരുടെ പുതിയ കാലത്തേക്ക് കടക്കുമ്പോൾ ആ ഒരു ഖ്യാതിയിലേക്കാണ് ഇറാൻ വളരുന്നുള്ളത്. അതുകൂടാതെ തന്നെ ഇസ്രായേലിന്റെ നിരവധി യുദ്ധോപകരണങ്ങൾ അല്ലെങ്കിൽ ഇസ്രായേലുമായിട്ടുള്ള ആയുധ കച്ചവടങ്ങളിൽ ഇപ്പോഴും കരാറുകൾ നിലനിൽക്കുന്ന രാജ്യങ്ങൾ അത് തുടർന്നു പോകുമോ എന്നുള്ള ചോദ്യമാണ് അവിടെ ബാക്കിയാവുന്നത്. ആൻഡോമും അവരുടെ മറ്റു ഫൈറ്റർ ജെറ്റ് വിമാനങ്ങളെ അടക്കം ഇറാൻ വെടിവെച്ച് വീഴ്ത്തുകയും ആൻഡോമുകളെ മറികടന്ന് അവരുടെ മിസൈലുകൾ ആ രാജ്യങ്ങളിൽ വളരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തുകയും അതിനെ മറികടന്നുകൊണ്ടുള്ള ആക്രമണങ്ങൾ തെൽ അവീവിലും ഐഫയിലും അവരുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും നടത്താൻ ഇറാന് കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇറാനിയൻ ആയുധങ്ങൾക്ക് ഇനി വിപണിയിൽ മൂല്യം കൂടുകയാണ്. അതുകൂടാതെ തന്നെ ഇസ്രായേൽ അമേരിക്കൻ ആയുധങ്ങൾക്കുള്ള വിലയിടിവും ഇതിന് കാരണമായേക്കാവുന്ന കാര്യമാണ്. ഏതായാലും നിലവിലുള്ള സംഘർഷ സാഹചര്യം താൽക്കാലികമായി ഒരു പരിഹാരങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. എങ്കിൽ പോലും ആത്യന്തികമായിട്ട് ഫലസ്തീൻ വിഷയത്തിലും ഗസ വിഷയത്തിലും ഇത് അവസാനിക്കുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും ഗസയിലെ നിലവിലുള്ള അവസ്ഥ എന്നുള്ളത്, ഇന്നും അവിടുത്തെ അഭയാർത്ഥി ക്യാമ്പുകളിൽ ഭക്ഷണം കാത്തുനിന്നിരുന്ന നിരവധി സിവിലിയന്മാരെയാണ് ഇസ്രായേൽ കൂട്ടക്കരുതി നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറാൻ സമാധാന ശ്രമങ്ങളുമായി സഹകരിക്കുമ്പോൾ പോലും ഗസയിലുള്ള സമാധാനം കൂടി ഞങ്ങളുടെ ആവശ്യമാണ് എന്നുള്ള നിലപാട് സ്വീകരിക്കാത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യം അവിടെ ബാക്കിയാവുന്നുണ്ട്. അതായത് ഇസ്രായേലുമായിട്ടുള്ള ഈ ഒരു സംഘർഷം തങ്ങളുടെ രാഷ്ട്ര താല്പര്യങ്ങൾ മാത്രമായിരുന്നോ എന്നോ, അല്ലെങ്കിൽ ഫലസ്തീൻ ജനതയ്ക്കും ഫലസ്തീൻ ഗസയിലെ നിവാസികൾക്കും വേണ്ടിയിട്ടുള്ള പോരാട്ടം കൂടിയായിരുന്നോ എന്നുകൂടി അത് ബാക്കിയാക്കുന്ന ചോദ്യമാണ്. ഏതായാലും ലോകത്തെ സാമൂഹിക ഘടനയിൽ തന്നെ മാറ്റം വരുത്തിയേക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്ന ഈ ഒരു പശ്ചിമേഷ്യയിലെ ഈ പ്രധാനപ്പെട്ട ഇസ്രായേൽ ഇറാൻ യുദ്ധം താൽക്കാലികമായി സമാധാന പ്രക്രിയയിലേക്ക് കടന്നിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഇരുഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഇസ്രായേലിന്റെ അടുത്തു നിന്നും കരാർ ലംഘനം ഉണ്ടായില്ലെങ്കിൽ ഇത് തുടരാൻ തന്നെയാണ് സാഹചര്യം. എന്നാൽ ഇസ്രായേലിന്റെ പൂർവ്വകാല ചരിത്രം, അവരുടെ ക്രിമിനൽ കുറ്റകൃത്യങ്ങളും തുടരുന്ന സാഹചര്യത്തിൽ അവർ വീണ്ടും ഇറാനെതിരെയുള്ള ഏതെങ്കിലും രീതിയിലുള്ള ചതിപ്രയോഗങ്ങളും അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള അതിക്രമങ്ങളും ചെയ്യാൻ സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അത്തരം അതിക്രമങ്ങൾ വീണ്ടും ഉണ്ടായാൽ തുടർന്ന് വലിയ രീതിയിലുള്ള ആക്രമണങ്ങളിലേക്കും യുദ്ധങ്ങളിലേക്കും ഇതുവരെ തങ്ങളുടെ എല്ലാ ആയുധങ്ങളും ഉപയോഗിച്ചിട്ടില്ല എന്ന് ഇറാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. തങ്ങളുടെ കൈകളിലുള്ള, തങ്ങളുടെ ശേഖരത്തിലുള്ള വലിയ വലിയ മിസൈലുകൾ തങ്ങൾ ഇതുവരെ പ്രയോഗിച്ചിട്ടില്ല എന്നും അതുകൂടി തങ്ങളുടെ ശേഖരത്തിലുള്ളതാണ് എന്നും താൽക്കാലികമായിട്ടുള്ള ചെറിയ ആയുധങ്ങൾ മാത്രമേ ഇതുവരെ ഉപയോഗിച്ചിട്ടുള്ളൂ എന്നും ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് മാറ്റമുണ്ടായ ഒരു സാഹചര്യത്തിലേക്ക് വീണ്ടും ക്രിമിനൽ കുറ്റകൃത്യവുമായിട്ട് ഇസ്രായേൽ മടങ്ങി വന്നാൽ ശക്തമായ ശിക്ഷ നടപ്പിലാക്കുമെന്ന് ഇറാൻ പരമോന്നത നേതാവ് തന്നെ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അത് തുടരാൻ തന്നെയാണ് നിലവിലുള്ള സാധ്യതയും. ഏതായാലും ലോക സമാധാനത്തിന് ഒന്നുകൂടി സന്തോഷം പകരുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കുന്നതിലൂടെ കഴിയുന്നുള്ളത്.
എങ്കിൽ പോലും ഇസ്രായേൽ എന്ന തെമ്മാടി രാഷ്ട്രത്തെ, അധിനിവേശ രാജ്യത്തെ അധിനിവേശം നടത്തി ലോകത്തെ തന്നെ ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തെ, അത്തരം ഒരു സംഘത്തെ നേർക്കുനേരെ നിന്ന് ചോദ്യം ചെയ്തു എന്നതിൻ്റെ പേരിൽ വരും കാല ചരിത്രത്തിൽ തീർച്ചയായും ഇറാന്റെ ഈ ചെറുത്തുനിൽപ്പുകൾ, ഈ ഒരു യുദ്ധം രേഖപ്പെടുത്തുക തന്നെ ചെയ്യും.